നമ്മുടെ ഈ പഹൽഗാം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കോഴിക്കോട് സ്വദേശിയുണ്ട്. അദ്ദേഹം തിരികെ വരുന്ന ആ യാത്രയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശ്വം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാൻ. ശ്രീ വിശ്വം, ആദ്യം തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അത്തരത്തിലൊരു ആശ്വാസമുണ്ട്. എന്തായിരുന്നു അവിടെ നടന്നത്? അവിടെ നടക്കുന്നത് അവിടെ പഹൽഗാമിൽ കൈസർബായിലാണ് ഈ സംഭവം നടക്കുന്നത്. പഹൽഗാമിൽ ഞങ്ങൾ പോകേണ്ട ഒരു ദിവസമായിരുന്നു അത്. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം ഞങ്ങൾ ആദ്യം അറിയില്ല. കൈസർബാലിയാണ് ഭീകരാക്രമണം നടക്കുന്നത്. സാധാരണ നമ്മളെ എല്ലാ ടൂറിസ്റ്റുകളും അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് കുതിര വിളിച്ചിട്ട് കുതിരപ്പുറത്ത് പോവുകയാണ്, ഈ ബൈസർബാലിലേക്ക് പോവുകയാണ് സാധാരണ ചെയ്യാറ്. ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഈ ബൈസർബാലി മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ടൂറിസ്റ്റുകൾ ഇറങ്ങി അവിടെയാണ് ഇവര് ഭീകരാക്രമണം നടത്തുന്നത്. ടൂറിസ്റ്റുകളെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. പക്ഷെ തന്നെ അവര് ആ ബൈസർബാലിയുടെ ചുറ്റും പൈൻ മരങ്ങളാണ്, പൈൻ ഫോറസ്റ്റുകളാണ്. 10-50 ഏക്കർ ചുറ്റി കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ പൈൻ ഫോറസ്റ്റിനുള്ളിൽ നിന്ന് ഈ ഭീകരന്മാർ വന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവര് തുടർച്ചയായിട്ട് അവിടുത്തെ സ്ഥിരീകരിച്ചിട്ടാണ് നമ്മുടെ മലയാളി അടക്കമുള്ള ആളുകൾ മരണപ്പെട്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തദ്ദേശീയരെ ആക്രമിക്കുന്നു അവർക്ക് വരുമാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണുള്ള സംവിധാനമാണ്. വരുമാനം കുറയുമ്പം ഈ ഇവിടെയുള്ള തദ്ദേശീയര് തീർച്ചയായിട്ടും ഭീകരന്മാരുടെ കൂടെ ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനായിരിക്കാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ തദ്ദേശീയരെ ഏതെങ്കിലും രൂപത്തിൽ ഉപദ്രവിക്കുകയാണ്. അവരെ ഉപദ്രവിച്ചിട്ട് അവരെ കീഴിലാക്കുക എന്ന രീതിയാണ് ടൂറിസത്തിന്. ഇതുകൊണ്ട് ടൂറിസത്തിന് ചില പ്രയാസങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്റെ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പമ്പ ഹോൾഡീസ് ഞങ്ങൾ 25 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്രയാസം ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ പഹൽഗാം എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾക്ക് വളരെ ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു പഹൽഗാം ബൈസർബാലി. അപ്പൊ ആ സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാ സ്ഥലവും ഞങ്ങൾ ഏകദേശം എല്ലാ സ്ഥലവും നമ്മൾ കവർ ചെയ്യുന്നു. അപ്പോ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഞായറാഴ്ച വന്നതാണ്. ശ്രീനഗറിൽ ഞങ്ങൾ എത്തുന്നത് തിങ്കളാഴ്ച രാവിലെയാണ്. തിങ്കളാഴ്ച ഞങ്ങൾ ശ്രീനഗർ ലോക്കൽ കാര്യങ്ങൾ കണ്ടു. അതുപോലെയുള്ള ചൊവ്വാഴ്ചയാണ് ശരിക്കും ഞങ്ങൾ പോകേണ്ടത് പഹൽഗാമിലേക്ക്. തീർച്ചയായിട്ടും അന്ന് ഞങ്ങൾക്ക് ഭാഗ്യത്തിൽ, ഞങ്ങളുടെ ഭാഗ്യത്തിൽ, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഭാഗ്യത്തിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കോഴിക്കോട് നിന്ന് 24 സംഘവുമായി പോയ ടൂർ ഓപ്പറേറ്റർ, ആ സംഘത്തിലെ ടൂർ ഓപ്പറേറ്റർ വിശ്വമാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ശബ്ദത്തിൽ ചെറിയൊരു തടസ്സമുണ്ട്. കൂടുതൽ നേരം സംസാരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പങ്കുവച്ചു. അവർ പെഹൽഗാമിലേക്ക് ചൊവ്വാഴ്ച പോകേണ്ടിയിരുന്നതാണ്, പക്ഷെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. അവർ മറ്റു പ്രദേശങ്ങളിലെല്ലാം പോയി. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ സ്ഥലം, അത് സന്ദർശിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സാധിച്ചില്ല. പക്ഷേ അതിപ്പോൾ അവരുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.